ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ഇതിന് മുൻപത്തെ വീഡിയോസിൽ ഫിഫ്ത്തിലെ പാർട്ട് 1ലെയും പാർട്ട് 2ലെയും ഫുൾ ചാപ്റ്റേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പാർട്ട് 1ലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി പാർട്ട് 2ലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പാർട്ട് 2ലെ ഫസ്റ്റ് ചാപ്റ്ററും ഫിഫ്ത്തിലെ 7th ചാപ്റ്ററുമാണ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1500 മുതൽ 600 BC വരെയുള്ള കാലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വേദകാലം. ആദ്യം രചിച്ച വേദം ഏതാണ്? ഋഗ്വേദം. പ്രാചീന തമിഴകത്തിൽ മലയോര പ്രദേശം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുറിഞ്ചി. പുൽമേടുകൾ അറിയപ്പെട്ടിരുന്നത് മുല്ലൈ. അപ്പോൾ 1500 മുതൽ 600 BC വരെയുള്ള കാലമാണ് വേദകാലം. ഋഗ്വേദമാണ് ആദ്യ വേദം എന്നറിയപ്പെടുന്നത്. പ്രാചീന തമിഴകത്തിൽ മലയോര പ്രദേശം അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലും പുൽമേടുകൾ മുല്ലൈ എന്ന പേരിലുമായിരുന്നു. വരണ്ട പ്രദേശം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? പാല. കൃഷിപ്രദേശം മരുതം. തീരപ്രദേശം നെയ്തൽ. അപ്പോൾ പ്രാചീന തമിഴകത്ത് 5 തിണകളാണ് അല്ലെങ്കിൽ ഭൂവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവയാണ് കുറിഞ്ചി, മുല്ലൈ, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്നത് മലകൾ അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. മുല്ലൈ കാട് അല്ലെങ്കിൽ പുൽമേട്. പാല വരണ്ട പ്രദേശത്തെയും മരുതം വയൽ പ്രദേശത്തെയും നെയ്തൽ തീരപ്രദേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്ന തിണ ഏത്? കുറിഞ്ചി. മൂവേന്തന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ഈ 3 രാജവംശങ്ങളാണ് മൂവേന്തന്മാർ എന്നറിയപ്പെടുന്നത്. മരുത കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശമേത്? പാണ്ഡ്യന്മാർ. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ചേര രാജവംശം. പ്രധാനപ്പെട്ട സംഘം കൃതികൾ ഏതെല്ലാം? പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്. ഇവയാണ് പ്രധാനപ്പെട്ട സംഘം കൃതികൾ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം എത്ര? 16. ഈ 16 മഹാജനപദങ്ങളിൽ മഗധയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. മഗധയിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? ബിംബിസാരൻ. ജൈനമത സ്ഥാപകൻ ആര്? വർദ്ധമാന മഹാവീരൻ. മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത്. ബുദ്ധമത സ്ഥാപകൻ ആര്? ഗൗതമ ബുദ്ധൻ. ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത്? പാലി. പാലി ഭാഷയായിരുന്നു ബുദ്ധൻ ഉപയോഗിച്ചിരുന്നത്. മൗര്യവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നത് ആരായിരുന്നു? ചാണക്യൻ. കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ചാണക്യൻ. ചാണക്യൻ്റെ മറ്റൊരു പേരാണ് കൗടില്യന്. അർത്ഥശാസ്ത്രം രചിച്ചതും ചാണക്യനാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രമേയം എന്ത്? ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെ ആയിരിക്കണം എന്നാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രമേയം. അശോകൻ ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധമേത്? കലിംഗ യുദ്ധം. കലിംഗ യുദ്ധം നടന്ന വർഷമാണ് BC 261. അശോകൻ സ്വീകരിച്ച നയം ഏത്? ധമ്മം അല്ലെങ്കിൽ ധർമ്മം. സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആര്? അശോകൻ. നവരത്നങ്ങൾ ആരുടെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരായിരുന്നു? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. കാളിദാസന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം. ഇവയാണ് കാളിദാസന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി മെഹ്റൗളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത രണ്ടാമൻ. ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലത്താണ് മെഹ്റൗളിയിലെ ഇരുമ്പ് തൂൺ പണി കഴിപ്പിച്ചത്. ആരുടെ കാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്? ഗുപ്ത കാലഘട്ടത്തിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആര്? മഹാത്മാഗാന്ധി.
ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യ സെൻ. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. തെലങ്കാന സ്റ്റേറ്റ് നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2. അപ്പോൾ ഇത്രയുമാണ് 5th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2 വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് PSC ടൈംസ്.